ഹരേ കൃഷ്ണ. രാധേശ്വര ഹരി നാരായണ ഹരി നാരായണ. ഹരി ഓം ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് ഗുരുഭവനപുരിയിലേക്ക് പോവുകയാണ്. ഇന്ന് ഭഗവാന്റെ അടുത്ത് എങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് കാണണ്ടേ. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ആ ഗുരുഭവനപുരിയിലേക്ക് നമുക്ക് പോവാം. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എല്ലാവരുടെ മനസ്സും എന്നോടൊപ്പം, എൻ്റെ ശബ്ദത്തോടൊപ്പം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട് എൻ്റെ ശബ്ദത്തോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഭഗവാന്റെ അടുത്തെത്താനായിട്ട്. അങ്ങനെ ഗുരുഭവനപുരിയിലേക്ക് നമ്മളിങ്ങനെ പോവാണ്. കൊടിമരത്തിന്റെ കീഴേ കൂടെ നമ്മളിങ്ങനെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് എന്തായിരിക്കും ഇന്ന് പൊന്നുണ്ണിക്കണ്ണ ഏത് ഭാവത്തിലാണ് ഇന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പല ഭാവത്തിലും, അതായത് വെണ്ണ കൈ പിടിച്ചിട്ടായിട്ടും ഓടക്കുഴലൊക്കെ ഊതി നിൽക്കുന്നതായിട്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസവും കാളിയമാരുടെ രൂപത്തിലൊക്കെ നമ്മൾ ഓരോ ദിവസം ഭഗവാനെ കാണുന്നുണ്ട് അല്ലെ. ഇന്ന് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് ശ്രീലകത്ത് ചെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ പൊന്നുണ്ണി കണ്ണൻ ഇങ്ങനെയാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത്. അതായത് പൊന്നുണ്ണി വലത്തെ കയ്യിൽ ഇങ്ങനെ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. പൊന്നുണ്ണിയുടെ ഇടത്തെ ഭാഗത്ത് അതായത് ഒരു കുഞ്ഞൊരു പൈക്കിടാവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗോപാലകനല്ലേ ഭഗവാൻ. പൊന്നുണ്ണി കണ്ണൻ എന്താണ് എപ്പോഴും പൈക്കിടാങ്ങളുടെ ഒപ്പമാണ് നടപ്പ്. ആ ഒരു ഉണ്ണിയുടെ ആ ഒരു ഭാവത്തെ, ആ ഒരു കുഞ്ഞു പൈക്കിടാവിനെയാണ് നമുക്ക് ഇന്ന് ശ്രീലകത്ത് കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞു പൈക്കിടാവിനെ ഭഗവാൻ എപ്പോഴും കൂടെ കൂട്ടിയിരിക്കുന്നതെന്ന് ഞാൻ പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഗുരുവായൂരപ്പന്റെ പൊന്നിൻ കിരീടം കാണുന്നുണ്ട്. കൈവളകള്, തോൾവളകള്, അരമണി കിങ്ങിണി എല്ലാതും വളരെ വീതി കൂടി 2, 3, 4 മാലകളൊക്കെ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. വനമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെച്ചി തുളസി താമര അങ്ങനെയുള്ള ഇതളുകളൊക്കെ ചേർത്ത് ഉണ്ടമാലയൊക്കെ ഭഗവാൻ ചാർത്തിയിട്ടുണ്ട്. പൊന്നോടൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ആ അരമണിയൊക്കെ വളരെ വീതിയിൽ അതിമനോഹരമായിട്ട് അരമണി ഇങ്ങനെ പറ്റി കിടക്കുന്ന വാവാണ്. അതുപോലെ തന്നെ ആ കുഞ്ഞ് പാദസരം ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന കാലിനോട്, ആ ഉരുണ്ട കാലിനോട് ചേർന്ന് കിടക്കുന്ന ആ പാദസരത്തെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയുള്ളത് തൊട്ടപ്പുറത്തുള്ളത് കുഞ്ഞു പൈക്കിടാവിനെയാണ്. പല പ്രാവശ്യമായിട്ട് ഭഗവാന്റെ ആ മഹോത്സവത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ 10 ദിവസത്തെ ഭഗവാന്റെ ഉത്സവത്തെ പറ്റിയൊക്കെ ഞാൻ സ്പീച്ചായിട്ട് പറയേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ അവസാനത്തെ നാളുകൾ, ആ 10ാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഭഗവാന്റെ പള്ളി ഉറക്കം, അവസാനത്തെ ദിവസത്തെ ഒരു ഭയങ്കര പ്രത്യേകതയാണ് ഭഗവാന്റെ പള്ളി ഉറക്കത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ യൂട്യൂബൊക്കെ ആയത്, മുന്നേ യൂട്യൂബ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ പള്ളിയുറക്കത്തെ പറ്റി. അങ്ങനെ ഭഗവാന്റെ പള്ളിയുറക്കത്തിനായിട്ട് ഇങ്ങനെ ഗുരുവായൂർ അമ്പലം നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുലർക്കാലെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ പള്ളിയുറക്കത്തിലേക്ക് ഇങ്ങനെ അങ്ങനെ വീണ് ഉറങ്ങാണ്. ആ സമയത്ത് നാഴികമണി പോലും അടിക്കാതെ നിശബ്ദമായിട്ടുള്ള ആ അമ്പലത്തിൻ്റെ ശ്രീലകത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു എല്ല പോലും അനങ്ങാത്ത ആ ഒരവസ്ഥയിൽ ഭഗവാൻ ഇങ്ങനെ ശാന്തമായി ഉറങ്ങുന്ന, പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ശാന്തമായി ഉറങ്ങുന്ന ആ അവസ്ഥയിൽ പൊന്നുണ്ണിക്കണ്ണനെ ഉണർത്താനായിട്ട് ഒരു കുഞ്ഞു പൈക്കിടാവിനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ടാവും. എല്ലാ പ്രാവശ്യം അതാണ്. അങ്ങനെ ആ കുഞ്ഞു പൈക്കിടാവ്, ഗോശാലയിലുള്ള കുഞ്ഞു പൈക്കിടാവിനെ അവിടെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ പൈക്കിടാവ് ഇങ്ങനെ ജനിച്ച് കുറച്ച് ദിവസമായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള ആ കുഞ്ഞു പൈക്കിടാവ് ഇങ്ങനെ ഭഗവാനെ ഉണർത്താനായിട്ട് ആ പൈക്കിടാവ് ഇങ്ങനെ 2, 3 പ്രാവശ്യം കരയും. അങ്ങനെ കരയുന്ന ആ ശബ്ദം, ആ കരച്ചിൽ കേട്ടാണ് പൊന്നുണ്ണിക്കണ്ണൻ കണ്ണ് തുറക്കണമെന്നാണ് പറയാ. എന്തൊരു അത്ഭുതമാണല്ലേ സത്യത്തിൽ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അത്ഭുതമാണ്. എനിക്കും മറ്റ് എല്ലാവരോടും പറഞ്ഞ് തരുമ്പോഴും എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തന്നെ ഞാനും പറയാറ്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷമായിട്ട് ആ കുഞ്ഞു പൈക്കിടാവിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു വലിയ ഐതിഹ്യം തന്നെയാണ്. ഭഗവാന്റെ ആ പള്ളിയുറക്കത്തിൽ നിന്ന് ഉണർത്താനായിട്ട് ആ കുഞ്ഞു പൈക്കിടാവ് അവിടെ കെട്ടി. എങ്ങനെയായി കുഞ്ഞു പൈക്കിടാവ് കരയുന്നത്? അതും അത്ഭുതമാണ്. പുലർക്കാലം ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഉണർത്താനായിട്ട് ആ കുഞ്ഞു പൈക്കിടാവ് ഇങ്ങനെ കരയുത്ര. അതാണ് അങ്ങനെ ആ കരച്ചിൽ കേട്ടാണ് ഭഗവാനെ ഉണരുക. അങ്ങനെ ഇന്നത്തെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഈ ഒരു ഭാവം കാണുമ്പോൾ
എനിക്ക് ശരിക്കും മനസ്സിൽ തോന്നുന്നത് ഇതാട്ടോ. ഭഗവാനെ ഉണർത്താനായിട്ട്, ആ പള്ളി ഉറക്കത്തിൽ നിന്ന് ഉണർത്താനായിട്ട് അതാ ഗോശാലയിൽ എത്തിയിട്ടുള്ള ഒരു കുഞ്ഞു പൈക്കിടാവ്. വളരെ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആക്ച്വലി ഒരു 7 days ഒക്കെ ആയിക്കാണില്ല ജനിച്ചിട്ട്. ആ ഒരു കുഞ്ഞു പൈക്കിടാവിനെ കൂടെ ചേർത്ത് കൊണ്ട് ഇങ്ങനെ അടുത്ത് നിർത്തിക്കൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ എത്ര സ്നേഹത്തോടും ലാളനയോടും കൂടിയിട്ടാണ് ആ പൈക്കിടാവിനെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ ജനിക്കാനായിട്ട് നാളെയാണ് അഷ്ടമി രോഹിണി, ഞായറാഴ്ചയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ജനന ദിവസം നാളെയാണ് വരുന്നത്. പിറന്നാൾ വരുന്നത് നാളെയാണ്. അങ്ങനെയുള്ള ആ പിറന്നാൾ ഇങ്ങനെ അടുക്കുന്ന ആ സമയത്തേക്ക് പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് ഉച്ചപൂജ അലങ്കാരത്തിൽ ആ പൊന്നു പൈക്കിടാവിനെ കൂടെ കൂട്ടിയതിൻ്റെ ആ ഐതിഹ്യം ഒന്ന് ഞാനും ഓർത്തു പോവാണ്. എൻ്റെ മനസ്സിലും അതെ, ഇങ്ങനെ ഭയങ്കര ഒരു അന്തം വിട്ട അവസ്ഥയാണ്. കണ്ടോ, ഭഗവാനപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്നത് ആ പൊന്നു പൈക്കിടാവിനെയാണ് എന്നുള്ളത് ആ സത്യമാണത്. വളരെയധികം സത്യമായ കാര്യമാണ്. ഭഗവാൻ ഇങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ ഉച്ചപൂജ അലങ്കാരത്തിൽ പൊന്നു പൈക്കിടാവിനെ കൂടെ കൂട്ടിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉച്ചപൂജ അലങ്കാരത്തിൽ നാളെ നിർമ്മാല്യം വരെ ഈ ഒരു ഭാവത്തിൽ ഇങ്ങനെ കളഭച്ചാർത്തിൽ ഇങ്ങനെ കാണാൻ സാധിച്ച് നമ്മൾ ഓരോരുത്തർക്കും എത്ര ഭാഗ്യല്ലേ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ അഷ്ടമി രോഹിണി നാളില് ഭഗവാൻ ഇങ്ങനെ കാണാനായിട്ട് സെപ്റ്റംബർ 14 അങ്ങനെ ഭഗവാൻ എങ്ങനെ നേരം വെളുക്കുമ്പോൾ ആ കുഞ്ഞു പൈക്കിടാവിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഭഗവാൻ നാളെ ഉണരുന്ന ആ ഒരു ഭാവത്തെ, ആ പുലർകാലെ ഉള്ള ആ ഭാവമാണ് നാളെ ആ എന്താ പറയുക, ഭഗവാനെ ഇങ്ങനെ വിളിച്ചുണർത്തുന്ന ആ കുഞ്ഞു പൈക്കിടാവാൻ സാധിച്ച ആ ഭഗവാന്റെ ആ പൈക്കിടാവിന് എത്രമാത്രം ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം നാളെ ജനിക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും ഇന്നതാ പൈക്കിടാവിനൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. നാളെ നിർമ്മാല്യ ദർശനത്തിന് ഈ ഭാവത്തിൽ ദേവീദേവന്മാരൊക്കെ പൂജിക്കുന്നത് കാണാൻ സാധിക്കുക. നിർമ്മാല്യ ദർശനത്തിന് എത്തുന്നവരുടെയൊക്കെ ഒരു മഹാഭാഗ്യമാണെന്ന് പൈക്കിടാവിനോടൊപ്പം നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമുക്ക് കിട്ടിയ ആ അസുലഭമായ നിമിഷങ്ങളാണ് ഞാനിപ്പോൾ ഉച്ചപൂജ അലങ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു ഭഗവാനെ നമുക്കിന്ന് ശ്രീലകത്ത് കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രീലകത്ത് നിന്ന് ഇങ്ങനെ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ തൊഴുത് താണ് വണങ്ങിക്കൊണ്ട് ആ പൊന്നു തൃപ്പാദങ്ങളിലൊക്കെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൻ്റെ ഭാഗ്യം ഓർത്ത് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ മാറ്റിത്തരാനായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം കൂടെ ഉണ്ടെന്ന്, നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നും നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നും നമ്മളെ ഓരോരുത്തർക്കും അറിയാം. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സങ്കടങ്ങളെല്ലാം കണ്ണൻ അറിയുന്നുണ്ട്, ഭഗവാൻ അറിയുന്നുണ്ട് എന്ന് എല്ലാ പ്രാവശ്യത്തും ഉച്ചപൂജ അലങ്കാരത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഇങ്ങനെ ഉണ്ടാവട്ടെ. ഭഗവാനെ ഇങ്ങനെ കാണാൻ സാധിച്ചത് വളരെയധികം ഭാഗ്യമാണ്. നമുക്ക് ആ പൊന്നു പൈക്കിടാവിനെ കൂടി നമുക്കിന്ന് കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം ഭാഗ്യമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പനെ കാണാനായിട്ട് നാളെ അഷ്ടമി രോഹിണി ദിവസത്തിൽ ഭഗവാന്റെ ആ ജന്മാഷ്ടമി ദിവസത്തിൽ ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ആ പുണ്യമായ ദിവസത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്നോടൊപ്പം ഗുരുവായൂർ ശ്രീലകത്തേക്ക് എത്തിയിട്ടുള്ള മനസ്സുകൊണ്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം, ദിവ്യമായ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ പൈക്കിടാവ് ഒപ്പം നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചതിന് മഹാഭാഗ്യം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ള. പറ്റുമെങ്കിൽ ഞാനും ഉണ്ടാവും. ഗുരുവായൂർ എന്തായാലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഭഗവാൻ എപ്പോൾ വിളിക്കുന്നു അപ്പോഴൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ പറയാനായിട്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്തായാലും നാളെ ഞാനുണ്ടാവും ഗുരുവായൂർ ഭഗവാനെ കാണാനായിട്ട്. ഇപ്പം നല്ല തിരക്കായിരിക്കും. 40,000 പേർക്ക് ഭഗവാന്റെ സദ്യയുണ്ട്. പിന്നെ നല്ല തിരക്കാണ്. പെട്ടെന്നൊക്കെ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ ഹരേ കൃഷ്ണ എപ്പോഴും മനസ്സിൽ ഭഗവാന്റെ ഈ ദിവ്യ രൂപത്തെ മനസ്സിൽ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുക. മനസ്സിലെപ്പോഴും ഭഗവാന്റെ ആ പൊന്നു പുഞ്ചിരി മനസ്സിലാവർക്കും സൂക്ഷിക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം.